നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവൻ എതിരായ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, നടത്തുന്നുമില്ല. ജീവനെതിരെ പ്രവർത്തിക്കില്ല. ജീവൻ നേരത്തെ ഈ ശരീരം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി പരിശ്രമിക്കുകയുമില്ല. പരമാവധി ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ സുഖമായി ആനന്ദകരമായി തുടരാൻ മാത്രമേ ജീവൻ പരിശ്രമിക്കുന്നുള്ളൂ. അതിനെ തടയുന്ന രീതിയിലുള്ള, അതിനെ ചുരുക്കുന്ന രീതിയിലുള്ള, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രക്രിയകൾ വരുന്നതെല്ലാം തന്നെ നമ്മുടെ ആർത്തിയിൽ നിന്ന്, അത്യാഗ്രഹത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, വൈരാഗ്യത്തിൽ നിന്ന്, അതേപോലുള്ള വിരുദ്ധ മനോഭാവങ്ങളിൽ നിന്നാണ്. അപ്പം അവിടെയാണ് നമ്മൾ ഇന്ന് വില കൽപ്പിക്കാതെ തള്ളിക്കളയുന്ന പല മൂല്യങ്ങളുടെയും, അത് മതപരമായിട്ട് കിട്ടിയതായിരിക്കാം, നിയമപരമായിട്ട് കിട്ടിയതായിരിക്കാം, ധാർമ്മികതയുടേതായിരിക്കാം, അതിൻ്റെ എല്ലാം പ്രാധാന്യം ജീവിതത്തിൽ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യമായിട്ട് അത് മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ, ആനന്ദകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ, ആരോഗ്യത്തിൻ്റെ അടിത്തറകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്വസനമാണ്. എത്ര കൃത്യമായി, നന്നായി, ശരിയായി നമ്മൾ ശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആരോഗ്യത്തിൽ വയ്ക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി ഉപയോഗിച്ച് എത്ര നേരം നമ്മൾ മിനിമം ശ്വസിക്കണം? അപ്പോൾ നമ്മളെല്ലാം ശ്വസിക്കുന്നത് ഷാലോ ബ്രീതിങ് ആണ്. ഒരു കായികമായ അധ്വാനം ചെയ്യുമ്പോൾ, ഓടുമ്പോഴൊക്കെ ശ്വസിക്കുന്ന ഒരു രീതിയുണ്ട്. കൂടുതൽ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ സാധിക്കുന്നു. ഇവിടെയാണ് വ്യായാമത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കാണുന്നത്. അധ്വാനമാണത് യഥാർത്ഥത്തിൽ. അധ്വാനത്തിനുള്ള ഭാഗ്യമില്ലാതെ പോയ നിർഭാഗ്യ ജന്മങ്ങൾക്കാണ് വ്യായാമം കൊണ്ട് തൃപ്തിയടയേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ അതുമില്ലല്ലോ നമുക്ക്, അതിനൊക്കെ നമുക്ക് സമയമില്ല. അപ്പോൾ ശരിയായി വായുവെടുത്ത് ഈ വായുവിൻ്റെ പ്രവാഹത്തിലാണ് വൈദ്യുതിയുടെ ബന്ധം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശരിയായൊരു ഭക്ഷണത്തിൻ്റെ, ശരിയായ വ്യായാമത്തിൻ്റെ, ശരിയായ ശ്വസനത്തിൻ്റെ, ജലപാനത്തിൻ്റെ, ശരിയായ മാനസികമായ ചിന്തകളുടെ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ ആളെ കണ്ടാൽ തന്നെ നമുക്ക് നമ്മിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത്തരം ഒരാളെ കണ്ടാൽ തന്നെ ആരോഗ്യകരമായ ജീവിതമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വ്യത്യാസമുണ്ട്. പലരും 25-ാമത്തെ വയസ്സിൽ 95-ാമത്തെ വയസ്സിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന രീതിയിലേക്ക് അടിപ്പെട്ടു പോവുകയാണ്. കാരണം ഇതാണ്, ഈ ഇലക്ട്രിസിറ്റി, ശരീരം ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി, അതും കോശങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. നല്ല ഭക്ഷണപാനീയങ്ങളിലൂടെ ഉണ്ടായ കോശമാണെങ്കിലല്ലേ അതിന് നല്ല വൈദ്യുതി നന്നായി പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് ആദ്യത്തെ കാര്യം. മോഡേൺ മെഡിക്കൽ സയൻസ് ആണെങ്കിൽ രോഗപ്രതിരോധ ശക്തി എന്ന് പറയും, ഇമ്മ്യൂൺ സെൽസ്. ഇപ്പോൾ ആർത്രൈറ്റിസ്, SLE പോലുള്ള രോഗങ്ങളാണെങ്കിൽ അവർ പറയും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ശരീരത്തെ കടന്നാക്രമിക്കുകയാണ്. രോഗപ്രതിരോധ സെല്ലുകൾ ശരീരകോശങ്ങളെ മോശം കോശങ്ങളായി കരുതി അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നതെന്ന് അവർ പറയും. സത്യത്തിൽ ഈ രോഗപ്രതിരോധ ശേഷി ശരീരത്തിലെ കോശങ്ങളെ അല്ലെങ്കിൽ ശരീരത്തെ കയറി കടന്ന് ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അത് ഒരു ബുദ്ധിമോശമാണ്. അതിനപ്പുറത്തേക്കുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. തികഞ്ഞ വിഡ്ഢിത്തമാണ്. ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ്, ഹോർമോണുകളുമായിട്ട്, അല്ലെങ്കിൽ T സെല്ലുകൾ, CD4 കൗണ്ട്,
നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ വൈറ്റ് സെല്ലുകളുമായി വെളുത്ത കോശങ്ങളുമായി ബന്ധപ്പെട്ടാണ് രോഗപ്രതിരോധ ശേഷി കുടികൊള്ളുന്നത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ദയവായി അറിയിക്കണം. ഈ വെളുത്ത കോശങ്ങൾ ഉണ്ടായത് മൈദയും പഞ്ചസാരയും വനസ്പതിയും കൂടെ ചേർത്ത ബേക്കറി സാധനം തിന്നിട്ട് അത് ദഹിച്ചിട്ട് അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലോ? ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ടാകുന്നതും അത് തന്നെ അരിഞ്ഞ് ചിപ്സായിട്ട് കഴിച്ചിട്ടുണ്ടാകുന്നതുമായ കോശങ്ങൾക്ക് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏത്തപ്പഴം തിന്ന് അത് ദഹിച്ച് രക്തത്തിൽ കടന്ന് രക്തത്തിൽ അത് പോഷകങ്ങളായി ഇവർ പറയുന്ന രീതിയിൽ പുതിയ കോശങ്ങളുണ്ടാകുന്നു, രക്തം ഉണ്ടായി, കോശങ്ങൾ ഓക്കെ. അതേപോലെ തന്നെ ചിപ്സായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വറുത്തിട്ട് അത് തിന്നു കഴിഞ്ഞാൽ അത് ദഹിച്ചുണ്ടാകുന്ന രക്തം എങ്ങനെയിരിക്കും? ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, അങ്ങനെയാണോ രക്തം ഉണ്ടാകുന്നത്? രക്തത്തിൽ ഇതൊക്കെ ഉണ്ടാകുമോ? മദ്യപാനികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബഹളം ഉണ്ടാക്കിയതിന് അറസ്റ്റ് ചെയ്താൽ ഡോക്ടർ പരിശോധിക്കുന്നത് കുടലിലേക്ക് ട്യൂബ് ഇറക്കിയിട്ട് മദ്യം എടുത്താണോ പരിശോധിക്കുന്നത്? പിന്നെ രക്തമാണ് പരിശോധിക്കുന്നത്. ഇപ്പം മദ്യം കഴിച്ചാൽ രക്തം മദ്യരക്തം, ചായ കുടിച്ചാൽ രക്തം ചായരക്തം, വറുത്തത് തിന്നാൽ വറുത്ത രക്തം. അപ്പം ഏത് റോ മെറ്റീരിയലാണ് ഏറ്റവും നല്ല രക്തമുണ്ടാകാൻ സഹായിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് വരണം. ഏത് ഭക്ഷണപാനീയങ്ങളാണ് ഏറ്റവും ശക്തിയുള്ള, കരുത്തുള്ള, പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരണം. അങ്ങനെ ഒരു ചിന്തയിൽ വന്നാൽ, ഇപ്പോൾ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പഴംപൊരി. എനിക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ 40-43 കൊല്ലമായി ഞാൻ കഴിക്കാറില്ല. മുമ്പ് നന്നായി കഴിച്ചിരുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഒരു പഴംപൊരി എൻ്റെ മുന്നിൽ ഒരാൾ കഴിക്കണമെന്ന് നിർബന്ധിച്ചു വന്നാൽ ഞാൻ ആ പഴംപൊരിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. എടോ പഴംപൊരി, താൻ എപ്പോൾ ഉണ്ടായതാണ്? അപ്പോൾ 4 മണിക്കാണ് ഞാൻ ഇരിക്കുന്നത് പറഞ്ഞാൽ ഒരു 11 മണി എപ്പോൾ ഉണ്ടായതാണ്, ഈ കാലത്തെ ഉണ്ടാക്കിയതാണ്. നമസ്തേ പറയാൻ വേറൊരു കാര്യവും വേണ്ട. കാരണം ഒരു ഭക്ഷണ സാധനം പാചകം ചെയ്താൽ 2 മണിക്കൂർ, അത് കഴിഞ്ഞത് കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഭക്ഷണം കുറച്ച് ദോഷങ്ങളെ, തകരാറുകളെ തരുന്നുള്ളൂ. പിന്നെ ഈ പഴംപൊരി താനിങ്ങനെ പൊരിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അത് എന്നെ എണ്ണയിലിട്ട് മുക്കി വറുത്തതാണ്. ഏതെണ്ണ? പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഹോട്ടലുകൾ മുഴുവനും സൺഫ്ലവർ ഓയിൽ വന്നതിന് ശേഷം ബേക്കറി സാധനങ്ങളൊന്നും കാറച്ചു പോകുന്നില്ല കേട്ടോ. മുമ്പ് ബേക്കറി സാധനങ്ങളൊക്കെ ആ നേരത്തോട് നേരം കഴിഞ്ഞാൽ, കാലത്തുണ്ടാക്കുന്ന ഉണ്ടംപൊരിയാണെങ്കിലും സുഖിയനാണെങ്കിലും പഴംപൊരിയാണെങ്കിലും വൈകിട്ടൊരു സമയം കഴിയുമ്പോൾ അതൊരു കാറയ്ക്കുക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളിവിടെ എന്താ പറയുക? 2 ദിവസം കഴിഞ്ഞാൽ നൂല് പോലെ വലിയുകയും ചെയ്യും. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. കാരണം എണ്ണയുടെ ഒരു മെച്ചമാണ്. എത്ര ദിവസം വേണമെങ്കിലും അവനങ്ങനെ ഇരുന്നോളും, ഫ്രഷ് പോലെ ഇരുന്നോളും. അപ്പോൾ ആ കാരണം കൊണ്ടും ഇനി വെളിച്ചെണ്ണയിലാണ് ഈ ശ്രീമാൻ പഴംപൊരിയെ പൊരിച്ചെടുത്തിട്ടുള്ളതെങ്കിൽ തന്നെ
ആ വെളിച്ചെണ്ണയിലെ എത്രാമത്തെ ആളാണ് താൻ? അതിപ്പോൾ കട തുടങ്ങിയത് ഇപ്പോൾ 3-4 കൊല്ലം ആയിട്ടുണ്ട്. തുടങ്ങിയ അന്ന് എണ്ണ നിറച്ചതാണ്. പിന്നെ ഓരോ ദിവസം ഇറക്കി വെക്കും, പിറ്റേ ദിവസം തിരിച്ചു വെക്കും, കുറഞ്ഞ എണ്ണ കൂട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കൽ വറുത്ത ഒരെണ്ണ വീണ്ടും വറുക്കാനെടുത്താൽ ക്യാൻസർ പുറകെ ഓടി വന്നോളും. പിന്നെ പഴംപൊരിയോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞാനിത് നിന്നെ കഴിച്ച ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞാൻ നിന്നെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ചെന്ന് നീ എളുപ്പത്തിൽ ദഹനത്തിന് വിധേയമാകുമോ? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാനിങ്ങനെ എണ്ണമയത്തിൽ പൊതിഞ്ഞു കിടക്കുകയാണ്, ശരീരത്തിന് ഇതിനുള്ളിൽ കയറി ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉള്ളിൽ കയറി അതിനെ ഗ്ലൂക്കോസൊക്കെ ഗ്ലൈക്കോജനൊക്കെ ആയിട്ട് മാറ്റാനായിട്ട് എണ്ണമയം ഉള്ളപ്പോൾ പറ്റുമോ? അതുകൊണ്ടല്ലേ ഞാൻ കൂടുതൽ വെള്ളം ചോദിക്കുന്നത്. വറുത്തത് എന്ത് കഴിച്ചാലും വെള്ളം കൂടുതൽ ചെല്ലണം. ആ വെള്ളത്തിൻ്റെ മീതേക്ക് എണ്ണ പൊങ്ങി വരും. അപ്പോൾ വയറ്റിൽ കിടന്ന് ഈ വറുത്ത സാധനം കഴിച്ചാൽ വെള്ളം കൂടുതൽ കുടിച്ചു കൊടുത്താൽ എണ്ണ മുകളിലേക്ക് വരുമ്പോൾ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങാങ്കുളി ഇട്ടിട്ട് ഞാൻ ദഹിപ്പിക്കാൻ പരിശ്രമിച്ച് നോക്കും. അതുകൊണ്ടാണ് ഈ വറുത്തു മൊരിച്ച സാധനങ്ങൾ കഴിച്ചാൽ മലബന്ധത്തിലേക്ക് നിങ്ങൾ വീഴുന്നത്. കുടിക്കുന്ന വെള്ളവും മതിയാവില്ല, ശരിയായ ദഹനം നടക്കുകയില്ല, ദഹിച്ചു കഴിഞ്ഞാൽ തന്നെ ശരിയായ ക്വാളിറ്റിയുള്ള രക്തം അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ആഹാര സാധനത്തോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. മറ്റൊരു ചോദ്യം, ഹേ പഴംപൊരി, നീ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഉണ്ടാക്കുന്ന കോശങ്ങളുടെ ക്വാളിറ്റി എന്തായിരിക്കും? ആ കോശങ്ങളുടെ മൈറ്റോകോൺട്രിയോൺ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഹൗസ് എങ്ങനെയുള്ളതായിരിക്കും? നീ ഉണ്ടാക്കുന്ന എനർജി എങ്ങനെയുള്ളതായിരിക്കും? ഈ കോശങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെയായിരിക്കും? എനിക്ക് തേജസ്സും ഓജസ്സും ഉണർവും ഉന്മേഷവും ഉത്സാഹവും തരുന്ന രീതിയിലായിരിക്കുമോ? ആ ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരം തരുന്നത് പഴങ്ങൾ, പച്ചക്കറികൾ, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, കിഴങ്ങുകൾ. അതിൻ്റെയും താഴെ നിങ്ങൾക്ക് മുട്ട വയ്ക്കാം, മീൻ വയ്ക്കാം, ഇറച്ചി വയ്ക്കാം. അതൊക്കെ ഭക്ഷണ സാധനങ്ങൾ തന്നെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതങ്ങോട്ട് കഴിച്ചു എന്ന് കരുതി ഉടനെ രോഗം വരുമെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ശരീരത്തിന് ചേരുന്നത് ഏറ്റവും നല്ല ഹ്യൂമൻ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന റോ മെറ്റീരിയൽസ് ആദ്യത്തെ ബെസ്റ്റ് ക്വാളിറ്റി പഴങ്ങളും, രണ്ടാം തരമായി വരുന്നത് വെജിറ്റബിളും, മൂന്നാമത്തെ സ്ഥാനത്ത് ധാന്യങ്ങളും, നാലാമത്തെ സ്ഥാനത്ത് അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളും, അഞ്ചാമത്തെ സ്ഥാനത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളും, ആറാമത്തെ സ്ഥാനത്ത് മുട്ട വയ്ക്കാം, ഏഴാമത്തെ സ്ഥാനത്ത് മീൻ വയ്ക്കാം, എട്ടാമത്തെ സ്ഥാനത്ത് നമുക്ക് ഇറച്ചി വർഗ്ഗങ്ങൾ വയ്ക്കാം. ബെസ്റ്റ് ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയലിൽ ഈ ശരീരത്തെ റിജുവനേറ്റ് ചെയ്യാൻ ഒരു വലിയ ഭാഗ്യം ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടോ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ആറാമത്തെ തലങ്ങളിലേക്ക് നിങ്ങൾ പോകും തോറും ആ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാക്കുകയും കൂടുതൽ ടോക്സിക് ഗ്യാസുകളും ടോക്സിക് വേസ്റ്റുകളും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സസ്യം ദഹിച്ചുണ്ടാകുന്ന കോശത്തിൻ്റെ പെർഫെക്ഷൻ കിട്ടാതെ വരികയും ചെയ്യും. ക്വാളിറ്റി മൊത്തം ശരീരത്തിൻ്റെയും താഴേക്ക് പോകും, ഇലക്ട്രിസിറ്റിയും താഴേക്ക് പോകും. ഇതെല്ലാം വെച്ചുകൊണ്ടൊരു പുതിയ പഠനം, ആരോഗ്യത്തെക്കുറിച്ചുള്ള, രോഗങ്ങളെക്കുറിച്ച്, രോഗമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പം ഞങ്ങളും ഈ ഒരു കോർ മേഖലയിലേക്ക് വരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ച് അധികമായിട്ടില്ല. പ്രകൃതി ചികിത്സയെ ഞങ്ങളും മനസ്സിലാക്കിയിരുന്നതും വിവക്ഷിച്ചിരുന്നതൊക്കെ ശരീരവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഓർഗൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളൊരു മേഖല തന്നെ ആയിരുന്നു. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഭാഗം വൈറ്റൽ പവർ എന്നുള്ളത് ഭാഗം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്കും കുറേ കൂടെ ക്ലാരിറ്റി അക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മനസ്സിൽ വരുന്നതോടെ നമ്മൾ വളരെ മുമ്പേ പറക്കുന്ന പക്ഷികളായിട്ട് ആരോഗ്യരംഗത്ത് മാറുന്നുണ്ട്. അപ്പം അത്തരമൊരു ചിന്തയിലേക്ക് തുടങ്ങുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനിയും കാണാമല്ലോ. അപ്പോൾ ഈ ചിന്ത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.